എവിടെ അവൻ? എന്റെ മോൻ. അയാള് ചത്തില്ല അല്ലേ? രാമപുരം പോലീസ് 213/87 നമ്പർ കേസിലെ പ്രതി അരീക്കാട്ട് ഭാരതിയമ്മ മകൻ വിനയൻ കുറ്റക്കാരനാണെന്ന് സംശയലേശമന്യേ തെളിഞ്ഞിരിക്കുന്നതിനാൽ പ്രതിയെ 4 വർഷം കഠിന തടവിന് ശിക്ഷിച്ചിരിക്കുന്നു. പ്രതി വിദ്യാർത്ഥിയും പ്രായപൂർത്തിയാകാത്തവനും അതുകൊണ്ട് 21 വയസ്സുവരെ 3 വർഷം ദുർഗുണ പരിഹാര പാഠശാലയിലും ശേഷിക്കുന്ന 1 വർഷം സെൻട്രൽ ജയിലിലും ശിക്ഷ അനുഭവിച്ചാൽ മതിയാകുന്നതാണ്. സൂപ്രണ്ട് സാർ, അതാ അവിടെ. എന്താ കളവോ പിടിച്ചോറിയോ? രണ്ടുമല്ല, കൊലപാതക ശ്രമം. അതും സ്വന്തം അച്ഛനെ. ഒരിത്തിരി ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ചത്തില്ല. അല്ലെങ്കിൽ കേസ് മർഡറാ. സുഗുണൻ, സുഗുണൻ, ഇങ്ങോട്ട് അയച്ചു തുടങ്ങി. ജനറയിൽ നിന്ന് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയപ്പോ രക്ഷപ്പെട്ടു എന്ന് കരുതി. ഇതിപ്പോ പടപേടിച്ച് പന്തളത്തി വന്നപ്പോ പന്തം കൊളത്തി പടയെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഗണപതിക്ക് വെച്ചത് കൊള്ളാം. കൊല്ലാൻ തന്നെ ആണോടാ വെട്ടിയത്? അതെ. ശശിയെ, നിങ്ങളുടെ ചീഫ് എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സാർ. എന്നിട്ട് എവിടെ? കിച്ചണിലേക്ക് പോയി. അയാൾക്കെന്താ കിച്ചണിൽ പണി? നിങ്ങൾക്കാർക്കും ചിട്ടയും ഡിസിപ്ലിനും ഇല്ല. പിന്നെ എങ്ങനെ ക്രിമിനൽസ് ആയി ഇവർക്കുണ്ടാവുക? സാർ, ആ പുതിയ ആളാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ കൂടുതൽ ശ്രദ്ധ വേണം. അറ്റംപ്റ്റ് ടു മർഡറാ. ഗോവിന്ദനെ ഏൽപ്പിച്ചേക്ക്. സാർ, നടക്ക.
പോക്കറ്റ് അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? കണ്ടവരുടെ പോക്കറ്റ് അടിക്കുന്ന കാര്യമല്ല, ഷർട്ടിന്റെ പോക്കറ്റ് അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. എന്താടാ അവിടെ പൂരം നടക്കുന്നുണ്ടോ? പൂരം ഒരു വസ്തുവിന്റെയോ വ്യക്തിയുടെയോ ജീവിയുടെയോ പേരിനെ വിശേഷിപ്പിക്കുന്നതിന് നാമവിശേഷണം എന്ന് പറയുന്നു. ആ മാഷേ, പുതിയ ആളാ, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്താ പേര്? വിനയൻ. സ്കൂളിൽ പോയിട്ടുണ്ടോ? ഓ, എത്ര വരെ പഠിച്ചു? പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു. ഇവിടെ 7ാം ക്ലാസ് വരെയുള്ള പാഠങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ. ഏതായാലും പോയിരിക്കേ. വിളിച്ചത് എടാ, ആ ഉളി ഒടിക്കല്ലോടാ നീ. നിങ്ങളെ കൊണ്ടൊക്കെ കക്കാനും പിടിച്ചു പറിക്കാനേ പറ്റൂ, ഈ ജന്മത്ത് ഗുണം പിടിക്കൂല. എന്റെ അച്ഛൻ ആശാരിയൊന്നുമല്ല. ആയിരുന്നില്ല നീ ഗോപുരം പണിതേ. തന്ത ഉണ്ടടാ നിനക്ക്? തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. നോക്കി നിൽക്കാതെ പണിയടാ വേഗം, പിഴച്ച വർഗങ്ങള്. ആഹാ, കേട്ടോടാ മണം കേട്ടോടാ. എടാ, ഞാൻ നിങ്ങളൊക്കെ തീറ്റിപ്പോറ്റുന്നതേ വെറും കള്ളന്മാരെയും കൊള്ളക്കാരെയും പോലെയല്ല, എന്റെ സ്വന്തം കുട്ടികളെ പോലെയാ. ആഹാ, പൊടിപ്പൻ. ഒഴി ഒഴി ഒഴി, കളയല്ലേ കളയല്ലേ. എന്തോ ഫുള്ളായിട്ടൊഴി. മതി. ഉപ്പുണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് നോക്കണ്ടേ? ഉപ്പുണ്ടോന്ന് നിങ്ങൾക്കൊന്നും നോക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ നോക്കിയതാ. ഓ ഒരു ഉപ്പേട്ടൻ. ആ, ബാബുവിന് ക്ലാസ് ഇല്ലേ? ആ, ഞാനിങ്ങ് പോന്നു. നന്നായി. ഇനിയിപ്പോ നാരായണന് പേടി കൂടാതെ ക്ലാസ് എടുക്കാമല്ലോ. കുട്ടാ, ഒന്ന് നോക്കണേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. എന്താടാ സ്പെഷ്യല്? ഇറച്ചിയുണ്ട്. ആ, എടുക്ക. അലമാരില്ല. മുത്തു, എന്തിനാ ചോറ് വാസനിച്ച് നോക്കണേ? വളിച്ചിട്ടൊന്നുമില്ല, തിളപ്പിച്ചൂറ്റിയതാ. കല്യാണിയമ്മയുടെ പിള്ളേര് കൈയിട്ട് വാരിയതും എച്ചിലും എല്ലാം ഉണ്ടാവും ഇതില്. പിന്നെ എച്ചില് അവരങ്ങനൊന്നും ചെയ്യില്ല. അവിടെ എന്നും രാത്രിയിൽ ഒരാൾക്കുള്ള ചോറ് ബാക്കിയുണ്ടാവും. ആ സമയത്ത് ഒരാൾ വന്നാലും ചോറുണ്ടാവണമെന്നാ. അത്താഴത്തിന് അരിയിടുമ്പോ കല്യാണിയമ്മ കാണാണ്ട് ഞാൻ ഒരു പിടി കൂടി കൂടുതലിടും. എന്തിനാണെന്നറിയോ കുട്ടിക്ക്? പഴഞ്ചോറ് കൂടുതലുണ്ടാവാൻ. ആ, ഒരു ദിവസം കല്യാണിയമ്മ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. ഏട്ടത്തിയുടെ പണിയും പോവും, പഴഞ്ചോറും പോവും. അടുത്തൊന്നും ഉണ്ടാവില്ല. 3-4 കൊല്ലം കഴിയുമ്പോ കണ്ടുപിടിച്ചോട്ടെ. അപ്പോഴേക്കും എന്റെ കുട്ടി വലിയ ചെക്കനാവില്ലേ? പിന്നെന്തിനാ ഏട്ടത്തേക്ക് കണ്ടവരുടെ അടുക്കളപ്പണി? അമ്മ എന്തിനാ അങ്ങനെ എഴുന്നേറ്റ് കിടക്കുന്നത്? എത്ര നേരം വെച്ചാ കിടക്ക്? മടുത്തു മോളെ.
കല്യാണി നമ്മുടെ ഇളയ കുട്ടി അന്വേഷിച്ചു വന്നിരിക്കുന്നു. മൂരിക്കുട്ടി അഴിഞ്ഞു പോയത്രേ. നന്നായേ ഉള്ളൂ. അടുക്കളപ്പുറത്തുള്ള ചോന്ന ചീര മുഴുവൻ തിന്നണേ എന്റെ ഈശ്വര. ഇന്നാളെ ഞാൻ 2 ഇല പൊട്ടിച്ചപ്പോ അവരുടെ മോന്തത എത്രയുണ്ട്. മുഴുവൻ തിന്നട്ടെ. ഞാനിപ്പോ ചെല്ലില്ല. സൈലൻസ്. പുതിയൊരാളുണ്ടല്ലോ, വിനയൻ. എവിടെ? ആ, ഇവനെ പരിചയപ്പെട്ടില്ലേ എല്ലാരും? കളവും പിടിച്ചു പറയുമൊന്നും അല്ല ഇവനെ ഇവിടെ കൊണ്ടെത്തിച്ചത്. കൊലപാതക ശ്രമമാ, അതും സ്വന്തം തന്തയെ. അതുകൊണ്ട് എല്ലാരും ഇവനെ ഒന്ന് സൂക്ഷിക്കുക. ഇരിക്കടാ. ആരാടാ പഴത്തിൽ ഇറങ്ങുന്നത്? സത്യം പറഞ്ഞോ, ആരാണ് ഇത് ചെയ്തത്? സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാരും അടി വാങ്ങിക്കും. പറയടാ, ആരാടാ ഇത് ചെയ്തത്? ഞാനല്ല സാർ. പിന്നെ ആരാണെന്ന്? ഞാനിവിടെ വരുമ്പോ ഈ പഴത്തിൽ ഇവിടെ ഇല്ല. പിന്നെ ഇത് എവിടെ നിന്ന് വന്നു? എനിക്കറിയില്ല സാർ. നിനക്കറിയാമോന്ന് ഞാൻ എനിക്കറിയില്ല സാർ. എനിക്കറിയില്ല. എനിക്കറിയില്ല സാർ. ഞാനല്ല സാർ. ഞാൻ എനിക്കറിയില്ല. പറയടാ, ആരാ? ഞാനല്ല സാർ. കണ്ടില്ലല്ലേ? എനിക്കറിയില്ല. നീ കണ്ടില്ലല്ലേ? പറയടാ. എനിക്കറിയില്ല സാർ. ആരാ ഈ പഴത്തിൽ കിടന്നത്? എനിക്കറിയില്ല. ഞാനല്ല സാർ. നിനക്കറിയില്ലല്ലേ? ഞാനല്ല. പറയടാ. അയ്യോ, പറയടാ. എനിക്കറിയില്ല സാർ. ഞാനല്ല സാർ. സത്യം പറയാൻ. എനിക്കറിയില്ല. അയാളല്ല. പിന്നെ പിന്നെ ആരാണ്? പറയടാ. ഇയാളാണ്. ഇവന് ആഹാരം കൊടുക്കണ്ട. വിശക്കട്ടെ. കൊണ്ടുപോയി നോക്കണ്ടേ? ചുണ്ട് പല്ലി കൊണ്ട് പൊട്ടിയതാ. ഇന്ന് അയാളുടെ കൈത്തെരുപ്പ് മാറിക്കാണും. സാരമില്ല, ഈ വേദന എത്തിരി കഴിഞ്ഞാൽ മാറും. തല്ലിക്കോട്ടെ. ചോറ് തരാറുണ്ട് എന്തിനാ? പന്നി. നീ ഒറ്റക്കൊടുക്കുവല്ലടാ. മിണ്ടരുത്. മിണ്ടിയ ഇന്ന് രാത്രി കൊന്നളയുന്നു. കേരള കൈമാറ്റം. വരുന്നുണ്ട്. വിട് വിട്. അവൻ വരുന്നുണ്ട്. വിട് ബാബു. വിട്. വിടാൻ. എന്താണ് ഇവിടെ ഒച്ച കേട്ടത്? ഇവരെന്തിനാ കരയുന്നത്? വയറ്റുവേദനയാ സാറേ. ആഹാ, വന്നപ്പോഴേ തുടങ്ങി ഓരോ കള്ളത്തരങ്ങൾ. വയറ് നോക്കാണ്ട് ഓരോന്ന് വലിച്ചു കയറിയിട്ടാ. എന്താ നേതാക്കന്മാർക്കുള്ള ഇറങ്ങിയിരിക്കാറായില്ലേ? കിടന്നുറങ്ങിയില്ല. നീ ആരാ? ഹരിചന്ദ്രനോ? ഇതിന്റെ ഉള്ളിലുള്ളവരെല്ലാം ചീത്തയാ, കൊള്ളാത്തവരാ. നീയോ? അതെ, ഒരുമിച്ച് നിൽക്കണം. ചത്താലും ശരി, ഒറ്റക്കൊടുക്കരുത്. മനസ്സിലായോ?